ഗൈസ് ഇതാ നമ്മള് കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല പഴുത്ത പഴവും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനി നോമ്പ് വന്നിട്ട് ഞാൻ തിന്നിട്ട് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കണ്ടിട്ട് മണ്ണുണ്ട് നല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റംസാനൊക്കെ അല്ലേ, ഒരു നോമ്പിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടാണ്, കായ്പോള ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 15 അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നമുക്ക് നോമ്പുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഓക്കെ, നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 നേന്ത്രപ്പഴമാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, പിന്നെ കുറച്ച് മുട്ട. ഞാൻ 3 മുട്ടയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ജസ്റ്റ് 4 മുട്ട എടുത്തുന്നുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാര, നെയ്യ്, ഇത്ര സാധനങ്ങൾ. വേണമെങ്കിൽ കുറച്ച് ഏലക്കായുടെ പൊടി അതൊക്കെ ചേർക്കണം, അത് ഓപ്ഷനാണ്. എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഈ പഴം ഒന്ന് ശരിക്കറിയാം. നീളത്തിൽ വട്ടത്തിൽ അരിഞ്ഞതാണ് നമുക്ക് വേണ്ടത്. പഴം നീളത്തിൽ അരിയ ആദ്യം. പിന്നൊരു നമുക്ക് പഴം നെയ്യിലിട്ട് വറുക്കാനുള്ളതാണ്, അപ്പൊ അതിനനുസരിച്ച് അരിയാം. ഇതുപോലെ അരിഞ്ഞെടുക്കുക. പഴം അത്യാവശ്യം സൈസിൽ, ഈ ഒരു സൈസിലൊക്കെ തന്നെ അരിഞ്ഞെടുക്കുക. അതാവുമ്പോൾ നമുക്ക് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാലും കുറച്ചുകൂടി കാണാനുണ്ടാവും. ഇതൊരു ഞാൻ മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം പഴുത്തിട്ടില്ല, എന്നാൽ അത്രയ്ക്ക് പച്ചയല്ല. അപ്പോൾ നമ്മൾ പഴം എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കണക്കിൽ പഴം അരിഞ്ഞെടുക്കുക. ഈ ഒരു കണക്കിൽ പഴം അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് പൊരിക്കുക. എണ്ണയിലിട്ട് അല്ല, എണ്ണയിലല്ല, നെയ്യിലിട്ട് വറുക്കേണ്ടതാണ്. അതിനായിട്ട് ആദ്യം കുറച്ച് ചൂടായ പാനാണ് എടുത്തിട്ട് 2 ടീസ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. ഈ ചൂടായ ചട്ടി ആയത് കാരണമാണ് ഞാൻ പെട്ടെന്ന് ഇടുന്നത്. ഇതാ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും. കറക്റ്റ് ആയിട്ടുണ്ട്. കിസ്മിസ് വീട്ട് വന്നിട്ടുണ്ട്. ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ ഗൈസ് ഇതേ നെയ്യിലോട്ട് തന്നെ ഞാൻ അരിഞ്ഞു വെച്ച പഴം കൂടി, നേന്ത്രപ്പഴം കൂടി ഇടണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 പഴമാണ്. 2 വലിയ പഴം ഇതുകൊണ്ടാണ് 2 എടുത്തത്. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ പഴം ശരിക്ക് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആണ് ഞാനിപ്പോ പാനിലിട്ട് ഇതാക്കിയിട്ടുള്ളത്. ഇത് മതി. നമുക്ക് ബാക്കിയുള്ള പാനിലോട്ട് ഇട്ടാക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം, ബാക്കിയുള്ള ബാറ്റർ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. ഞാൻ മുട്ട കൂട്ടിക്കണമെങ്കിൽ അത്ര എക്സ്പേർട്ട് ഒന്നല്ല ഗൈസ്. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട, അതിലേക്ക് ഒരു 125 മില്ലി പഞ്ചസാര, ഏകദേശം 2 സ്പൂൺ 1.5 സ്പൂണൊക്കെ, ഏകദേശം 2 സ്പൂണോളം പഞ്ചസാര. അതേ അളവില് പാല് ചേർക്കാം. പാല് കറക്റ്റ് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേക്ക് ചെയ്യുന്നത് പോലെ ആവുന്നതുകൊണ്ട് അളവുകൾ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടില്ല. അതാണ് ഏകദേശം 1/4 കപ്പിലാണ് കുറവാണ് പാല് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ഓപ്ഷണൽ ആയിട്ടാണ് നമുക്ക് കുറച്ച് ഏലക്ക കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ കുറച്ച് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഏലക്ക. 4 ഏലക്ക കുറച്ച് കൂടുതലായിട്ട് എന്നാലും എനിക്ക് ഏലക്കൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതാ ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം.
ജസ്റ്റ് ഇപ്പൊ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വരും. ചട്ടിയിലിട്ട് പൊരിക്കേ അല്ലെങ്കിൽ വേവിച്ചെടുക്കുക എന്നൊക്കെ പറയാം. ചില ആൾക്കാർ ഓവനിൽ ചെയ്യാറുണ്ട്, ചില ആൾക്കാർ കുക്കറിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ജസ്റ്റ് ചട്ടിയിൽ ചെയ്തോ. ഞാന് നമ്മളുണ്ടാക്കിയിട്ട് ബാറ്റർ ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഒരു പാനിലെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് നേരത്തെ ഇതിന് ഉണ്ടാക്കി വെച്ച പഴം കൂടി എടുക്കണം. കറക്റ്റ് സൈസ് ആയതുകൊണ്ട് ചിലപ്പോൾ തുളുമ്പി പോകുന്നില്ല, അതുകൊണ്ട് വളരെ പതിയെ ഇട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ എല്ലാ ഭാഗത്തും ഏകദേശം ഒരേപോലെ വരുന്ന രീതിക്കാണ് ഇട്ടിട്ടുള്ളത്. കറക്റ്റ് സൈസാണ് ചട്ടിയിലെ. ഗൈസ്, ഇത് നമ്മൾ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ ഏകദേശം 15 മിനിറ്റ് കുക്ക് ചെയ്യാനോ വേണ്ടത്. പരമാവധി ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ നോക്കുക. കുറച്ച് നേരം അടച്ചു വെച്ച് 15 മിനിറ്റോളം കുക്കാവട്ടെ. ഞാൻ നേരത്തെ തന്നെ ഇടാണ് അടിക്കട്ടെ. കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് ഇട്ടാൽ ഒന്ന് സെറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവും. എൻ്റെ അത്ര സെറ്റ് ആയിട്ടില്ല. ഞാനൊരു ഇത്തിരി വൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായത് കാരണം നേരത്തെ തന്നെ ഇടാണ്. 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ കൈപ്പോളം ഓൾമോസ്റ്റ് റെഡി ആവും. ഞാൻ കുറച്ച് നേരം കൂടി അടിച്ചു വെക്കാണ്. കൈപ്പോളം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയ 2 കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ നട്ട്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കൂടി വെക്കുക. നട്ട്സ് ആഡ് ചെയ്തത് 10 മിനിറ്റ് ശേഷം വേവിച്ചതിന് ശേഷമായിരുന്നു. പിന്നെ ഒരു 20 മിനിറ്റ് കൂടി വെക്കുക. പിന്നെ അതുകൂടാതെ ഈ ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് പാനിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതായിരുന്നു. നമ്മുടെ കായ്പോള ഇവിടെ റെഡിയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കല്ലേ. ഞാൻ അത്ര വലിയ ഷെഫൊന്നല്ല കേട്ടോ. എന്നാലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. നമ്മൾ മലബാറുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഡിഷാണ്. മലബാറുകാരെയൊക്കെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇത് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഗൈസ് ഇതാ നമ്മളെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇതാണ് കായ്പോള. നല്ല പഴുത്ത പഴവും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ. നീ നോമ്പ് വന്നിട്ട് ഞാൻ തിന്നിട്ട് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കണ്ടിട്ട് നല്ല മണ്ണുണ്ട്, നല്ല